ഹലോ, എക്സ്ട്രാ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എല്ലാ പ്രാവശ്യത്തിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള സാരിയാണ്. ഇതിൽ ഡിഫറെൻറ്റ് പാറ്റേൺസും ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസും വരുന്നതേ ഉള്ളൂ. ഈ സെയിം മെറ്റീരിയൽ, അതായത് ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ ചെറിയ വ്യൂ വരുന്ന പാറ്റേണിലുള്ള സാരിയാണ്. ഇതിന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ വ്യൂ വരുന്ന പാറ്റേൺ ആണ്. ബോർഡർ സെപ്പറേറ്റ് ചെയ്ത് വരുന്നില്ല. ഫുൾ ബോഡിയിലും ഈ ഒരു ഡോട്ട് പാറ്റേണിൽ വരുന്നത് പോലെ സ്ക്വയേഴ്സ് വെച്ചിട്ട് ഫുൾ ബോഡിയും ഇതുപോലെ വർക്ക് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ സാരി വരുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ആ ഒരു ചെറിയ വീവ് നല്ല ഭംഗിയായിട്ട് ഈ ഒരു സാരി വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്കിപ്പോൾ ഈ ഒരു കല്യാണങ്ങളുടെയൊക്കെ സീസണിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നൈറ്റ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, എന്നാലും നല്ല കനം കുറഞ്ഞ മെറ്റീരിയലാണ്. നമ്മൾ നേരത്തെ ചന്തേരി ഫാബ്രിക്കിൽ കട്ട് വർക്കൊക്കെ ഉള്ള പാറ്റേൺസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് ചെറിയ വ്യൂ വരുന്ന പാറ്റേൺ ആണ്. ഫുൾ ബോഡിയിലും ഇതുപോലത്തെ ഈ ഒരു ചെറിയ വ്യൂ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഇതുകൊണ്ട് ഞാൻ സിംഗിൾ ലെയറിലൊന്ന് ജസ്റ്റ് വെച്ച് കാണിക്കാം. ഞാൻ ഈ ഒരു പാറ്റേൺ ഉടയ്ക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഒത്തിരി അങ്ങ് ഇതാക്കാത്തത്. ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് മാത്രം ഞാനൊന്ന് സിംഗിൾ ലെയറിൽ വെച്ച് കാണിക്കുന്നുണ്ട്. സിംഗിൾ ലെയറിൽ വെച്ചാലും ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും വരത്തില്ല. നമുക്ക് വൺ ഫ്ലീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലീറ്റഡ് ആയിട്ടോ ഒക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ള വർക്ക്. ഫുൾ ബോഡിയിലും ഈ ഒരു ചെറിയ വ്യൂ ഉള്ളത് കൊണ്ടും ഒത്തിരി എറിച്ച് നിൽക്കുന്ന ആ ഒരു ചെറിയ ഇതല്ല, ത്രെഡ് അല്ല. നമുക്കൊരു കോപ്പർ ഷെയ്ഡിൽ വരുന്ന കുറച്ച് ഡിം ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ചെറിയ ത്രെഡാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഗോൾഡൻ എലമെന്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇത്രയും ബോഡിയിൽ ഈ ഒരു ചെറിയ വ്യൂ ഉണ്ടെങ്കിൽ പോലും അതുപോലെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നതും നന്നായിട്ട് നമുക്ക് ഫ്ലോയി ആയിട്ട് നമുക്ക് ഉടുത്താൽ ഈ ഫസ്റ്റ് ടൈം യൂസേഴ്സ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് സാരീസ് ഒക്കെ യൂസ് ചെയ്തില്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രമൊക്കെ ഉടുക്കാനൊക്കെ ആണെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഒക്കെയാണ്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു പല്ലു വരുന്നത്. നല്ല ആ ഒരു ചെറിയ വീവ് തന്നെ ഒരു ഡിഫറെൻ്റ് ഒരു പാറ്റേണിൽ വരുന്നത് പോലെ ഇങ്ങനെ ഇതിന്റെ പല്ലു പാറ്റേൺ വരുന്നത്. അതിന്റെ എൻ പോർഷൻ ഇതുപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്. പല്ലുവിന്റെ ബോട്ടം വരുന്നത് ഇതുപോലത്തെ ടാസൽസ് വെച്ചാണ്. പക്ക ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ വെയർ സാരിയാണ്. നമുക്കിത് ചെറിയ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും നല്ല പാർട്ടി ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2149 ആണ്. ഈ ഒരു ബഡ്ജറ്റിലും ഇതുപോലത്തെ ഇത്രയും ഫുൾ ചെറിയ വീവുള്ള അത് ഈ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലൊക്കെ സാരി വരുന്നത് ശരിക്കും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻ തന്നെയാണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് കൂടെ വരുമ്പോഴത്തേനും നല്ലൊരു റിച്ച് ലുക്ക് തന്നെ ഈ ഒരു സാരിക്ക് വരും. ഇനിയും ഇത്രയും ഹെവി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ സെൽഫ് കളർ, അതായത് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കളർ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും. എന്നാലും ഈ ഒരു ബ്ലൗസ് ഒക്കെ വെച്ച് തന്നെ പെയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ വരും. അപ്പം ഈ സാരിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് സാരി ഇതിന്റെ വന്നിരിക്കുന്നത്. ബ്ലാക്കിൽ കണ്ടിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബ്ലൂവിലും വന്നിരിക്കുന്നത്. ആ ഒരു സ്ക്വയർ പാറ്റേൺ, ആ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ആ സ്ക്വയർ പാറ്റേണിൽ ഫുൾ ചെറിയ വീവിങ് വരുന്ന പോലത്തെ ആ ഡിസൈൻ ആണ്. ഇതിന്റെ കളർ ആണെങ്കിലും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എല്ലാ കോംപ്ലക്ഷൻ ഉള്ളവർക്കൊക്കെ ചേരുന്ന കളറുമാണ്. നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ പല്ലു എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ബ്ലൗസ് ആണെങ്കിലും നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ ഇതിന്റെ ബ്ലൗസും വരുന്നത്. നല്ല ഭംഗിയുള്ള കളക്ഷൻ സാരീസ് ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻസിനൊക്കെ പങ്കെടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലും അതുപോലെ ഡിസൈനും ഒക്കെയാണ്. എപ്പോഴും ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന. അത് പ്രകാരം നമ്മൾ അങ്ങനെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ്. നമുക്ക് ബ്രൈറ്റ് ഷെയ്ഡ്സ് മാത്രമല്ല, നമ്മുടെ പഴയ പോലെ നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മളൊരു പേസ്റ്റൽ ഷെയ്ഡ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു ഗ്രേയിഷ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ശരിക്കും നമുക്ക് എക്സാക്ട് ആ ഷെയ്ഡ് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. അതൊരു ന്യൂഡ് ഷെയ്ഡാണ്. വീഡിയോയിൽ ഇതിന് എത്രമാത്രം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ കോംപ്ലക്ഷനുള്ളവർക്കും ചേരുകയും ചെയ്യും. അത്ര ബ്രൈറ്റ് ഷെയ്ഡ്സ് വേണ്ട, എന്നാൽ ഈ ഒരു ചെറിയ വീവ്സ് ഒക്കെ വേണം എന്നുള്ളവർക്ക് ഈ ഒരു കളർ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്.
ഇതിലും വർക്ക് എല്ലാം സെയിം തന്നെയാണ്, ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ആ ഒരു ചെക്ക് പാറ്റേൺ, അതായത് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഡോട്ട്സ് വെച്ച് വരുന്ന പോലെ തന്നെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ ആ ഒരു സെറി വീവ്. ഇതിനകത്ത് വരുമ്പോഴത്തേനും ഒത്തിരി കോൺട്രാസ്റ്റ് ചെയ്ത സെറി വീവ്സ് കാണത്തില്ല, കാരണം ഇതിന്റെ ബോഡി കളറും അതുപോലെ സെറി വീവിന്റെ കളറും തമ്മിൽ വലിയൊരു കോൺട്രാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നമുക്ക് നേരത്തെ ബ്ലാക്കിലും ബ്ലൂവിലും ഒന്നും കണ്ടത്രയും ബ്രൈറ്റ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വേണ്ടെന്നുള്ളവർക്ക് ഈ ഒരു കളർ നല്ല ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ ഇതിനും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലൗസ് നമ്മൾ മറ്റേതിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡോട്ട് പാറ്റേൺ വരുന്ന പോലെ ബ്ലൗസിനകത്ത് വന്നിരിക്കുന്നത്. സെയിം ബ്ലൗസ് എല്ലാം എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ എൻ പോർഷൻ ഒക്കെ ആണെങ്കിലും ഇതുപോലെ ടാസൽസ് കൊടുത്ത് തന്നെ ഇതിനകത്തെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം റേറ്റ് വരുന്നതും 2149 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കുറച്ച് ഡിസൈൻസ്, ചെറിയ ഡിസൈൻ ചേഞ്ച് ആണ് വരുന്നിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്, മെറൂണിഷ് റെഡ് ആണ്. ഒരു ഭയങ്കര ഒരു റെഡിൻ്റെതായ ഫുൾ ഒരു എറിപ്പില്ലാത്ത എന്നാൽ നല്ല ബ്രൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള മെറൂണിഷ് റെഡ് ഷെയ്ഡാണ്. എല്ലാവർക്കും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു മെറൂണിഷ് റെഡ് ഷെയ്ഡാണ്. എല്ലാവർക്കും കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തരുന്ന കളറാണ്. നമ്മൾ ഫോട്ടോസിലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടും കുറച്ചും കൂടി ഒരു നമുക്കൊരു കോംപ്ലക്ഷൻ ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. ഇതിനകത്ത് ഈ സെയിം ആ ഒരു ഡോട്ട് പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് നേരത്തെ സ്ക്വയർ വന്നത് പകരം ഇതിനകത്തൊരു സിക്സ് ആക്ക് പാറ്റേണും അതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് ഒക്കെ പോലെ വരുന്നത് പോലെ ഒരു ഡിഫറെന്റ് രീതിയിലാണ് ഈ ഒരു സാരിയിൽ ബോഡിയിൽ വർക്ക് വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് ഫുൾ ബോഡിയിലും ആ ഒരു ചെറിയ സ്ക്വയേഴ്സ് ആയിട്ടായിരുന്നു വന്നിരിക്കുന്നത്. ഇതിനകത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഡിഫറെന്റ് പാറ്റേണിലാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത്. പല്ലു എല്ലാം സെയിം തന്നെയാണ്, സെയിം നേരത്തെ കണ്ട ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പല്ലു വരുന്നത്. ഇതുണ്ടോ, വേറെ ആ ഡിസൈൻ ഒക്കെ തന്നെ സെയിം ആണ്. അതുപോലെ നമുക്ക് ബ്ലൗസ് വരുമ്പോഴും സെയിം ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഈ ഒരു സാരിയിലും. പിന്നെ ബോഡിയിൽ വരുന്നിരിക്കുന്ന ഡിസൈനിന് മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല കനം കുറഞ്ഞ എന്നാൽ ഒട്ടും ട്രാൻസ്പെറൻറ്റ്, ബ്രൈറ്റ്നസ് കൊണ്ടാണ് ഒട്ടും ട്രാൻസ്പെറൻറ്റ് ആവാതെ. നമ്മൾ ഇതിന്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ അടിയിൽ കൈ വെച്ച് കാണിച്ചായിരുന്നു, നമുക്കൊരു ചെറിയ ട്രാൻസ്പെറൻസി വരുന്ന. പക്ഷെ ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ ഒരു ട്രാൻസ്പെറൻസി ഈ ഒരു ഷെയ്ഡ്സിലൊന്നും ഫീൽ ചെയ്യത്തില്ല. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഈ ഒരു വൈൻ ഷെയ്ഡാണ്. ഇത് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു വൈൻ ഷെയ്ഡ്. നമുക്ക് നോർമലി ഈ പറഞ്ഞ പോലെ ആ ഒരു ഫംഗ്ഷൻ, അതായത് ഒരു കല്യാണത്തിനൊക്കെ കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു വൈൻ ഷെയ്ഡ്. ഇതും എല്ലാ കോംപ്ലക്ഷനുള്ളവർക്കും ഒക്കെ ചേരുന്ന ഷെയ്ഡുമാണ്. അത്യാവശ്യം നല്ലൊരു നമുക്കൊരു എലഗൻ ലുക്കൊക്കെ തരുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ്. ഇതിലും നമ്മൾ ആ റെഡിൽ കണ്ട സെയിം ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ്, ഒത്തിരി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല സാരീസ്. ബ്ലൗസും എല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 2149 റുപ്പീസ് ആണ്. അപ്പോൾ ഈ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കളർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകും. ഒത്തിരി ആൾക്കാർ നമ്മളെ ഈ പറഞ്ഞ പോലെ സാരീസ് വേണം എന്ന് പറയുമ്പോൾ വേഗമായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പല വീഡിയോസ് നമ്മൾ എല്ലാ ആഴ്ചയിലും 2-3 വീഡിയോസ് ഒക്കെ ഇടുന്ന കാരണം നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് ആ സ്ക്രീൻഷോട്ട് നമ്മുടെ അടുത്ത് കാണിച്ച് പറയുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും ഒക്കെ പറയാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും ഈ പറഞ്ഞ പോലെ ഏത് സാരി നിങ്ങൾക്ക് വേണ്ടെന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ വീഡിയോസിലും മെൻഷൻ ചെയ്യാറുണ്ട്. എന്നാലും കുറേ ആൾക്കാരൊക്കെ സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നത്, ഫുൾ ഇരുന്ന് കാണുന്നവർ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ പ്രൈസ് നമ്മളോട് എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പം ഏത് സാരിയുടെയാണെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് പറയുവാണെങ്കിൽ നമുക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം ഈ പറഞ്ഞ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഷെയ്ഡ്സും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. എന്നാൽ ഭയങ്കര എറുപ്പായിട്ടുള്ള കളറല്ല, അതായത് ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് എറിച്ച് നിൽക്കുന്ന പോലത്തെ കളറല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ബോട്ടിൽ ഗ്രീൻ, ബ്ലാക്ക്, വൈൻ കളർ എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. അങ്ങനത്തെ ഷെയ്ഡ്സിൽ ഈ ഒരു ചെറിയ വ്യൂ വരുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം ഈ ഒരു സാരീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മുടെ വീഡിയോസ് കൂടുതലും ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാരെയാണോ ഫോക്കസ് ചെയ്യുന്നതെന്ന്.
ഒരിക്കലും അല്ല, നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഉണ്ട്. നമുക്ക് മോർ ദാൻ 1000 കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഒരു ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസിന് തന്നെ നമുക്കുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി അത് കൂടുതൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് റെഗുലർ കസ്റ്റമേഴ്സ് ആയിട്ട് തന്നെയുണ്ട്. അപ്പം അതിനകത്ത് എല്ലാ ഏജ് ഗ്രൂപ്പിൽ വരുന്നവരും ഉണ്ട്. കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് റെഗുലർലി ചോദിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അപ്പം ഇപ്പം കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സും കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറഞ്ഞ പ്രകാരം നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ്. ഈ ഒരു പാറ്റേണിൽ ഇത്ര 6 ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. 2 ഡിഫറെന്റ് ഡിസൈൻസ് 3 സാരീസ് വീതം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.